ഇന്ത്യൻ ദളിത് ഫെഡറേഷന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പീരുമേട്ടിൽ വെച്ച് നടത്തി. പീരുമേട് അംബേദ്കർ ഭവനിൽ നടന്ന ചടങ്ങിൽ മോഡറേറ്റർ കല്ലറ ശശീന്ദ്രൻ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യൻ ദളിത് ഫെഡറേഷന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് പീരുമേട്ടിൽ വെച്ച് നടന്നത്. പീരുമേട് അംബേദ്കർ ഭവനിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. മോഡറേറ്റർ കല്ലട ശശിധരൻ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ് പി ഷൺമുഖൻ, വൈസ് പ്രസിഡന്റുമാർ പി എ ദാമോദരൻ, ഓമന തങ്കച്ചൻ, ജനറൽ സെക്രട്ടറിമാരായ മെൽവിൻ മാത്യു, സജി കമ്പമേട്, എം എസ് തങ്കച്ചൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് AVG ഹാളിൽ നടന്ന പൊതുസമ്മേളനം കല്ലറ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനമെന്നതിലപ്പുറം ബാബാ സാഹേബ് അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു മഹത്തായ ആശയത്തെയാണ്, അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് IDF എന്ന പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. അംബേദ്കർ ഞാൻ പറയാമെന്ന് എനിക്കറിയാം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു മൂവ്മെന്റ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ദർശനമാണ് അംബേദ്കറിസം മുന്നോട്ട് വയ്ക്കുക. നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ അംബേദ്കർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്ന ഒരു ഭരണ സംവിധാനം പോലും ഇല്ലാത്ത, അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, ഒരിടത്തു നിന്നും നമുക്ക് അനുകൂലമായി ശബ്ദിക്കാൻ കഴിയുന്ന ഒരു ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ. പി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PS മധു കുമളി, PG ഗോപി, PM പൊന്നപ്പൻ, പുനലൂർ രവീന്ദ്രൻ, പൊടിയൻ ആനിവേലിൽ, സുബ്രഹ്മണ്യൻ, CS രാജേന്ദ്രൻ, വൈക്കം തങ്കച്ചൻ, സുനിൽ സൈന്ധവമൊഴി, സജി കമ്പമേട്, മാത്യു ഇടമറുക എന്നിവർ സംസാരിച്ചു.